നമസ്കാരം. ഇന്ന് നമുക്ക് മഞ്ഞ നിറത്തിലുള്ള നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കുറേ കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നതെന്നും പറയാം. ഏകദേശം 1 കിലോ നാരങ്ങ കഴുകി വെച്ചിട്ടുണ്ട്. ഈ നാരങ്ങയിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കയ്പ്പ് കുറഞ്ഞു കിട്ടും. നാരങ്ങ ഒരു 15 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. നാരങ്ങ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നാരങ്ങ മുറിച്ച് വെച്ചിട്ട് അതിലെ കുരു എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കുരു കളഞ്ഞില്ലെങ്കിൽ അച്ചാർ ഇട്ട് കഴിയുമ്പോൾ കയ്പ്പ് രുചിയായിരിക്കും. അച്ചാറിന് വേണ്ടി ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 15 അല്ലി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. അച്ചാറിടുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പ് കൂടുതലിടണം. കുറച്ച് ഉലുവ, കടുക്, മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, 1/4 കപ്പ് വിനാഗിരി. ഇത്രയും സാധനങ്ങളാണ് അച്ചാറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എള്ളെണ്ണ വേണ്ടവർക്ക് എള്ളെണ്ണ ഉപയോഗിക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. വളരെ കുറച്ച് ഉലുവ മാത്രമേ ചേർക്കാവൂ. നാരങ്ങയ്ക്ക് ഓൾറെഡി കയ്പ്പ് രുചി ഉള്ളതുകൊണ്ട് കൂടുതൽ ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രുചി അനുഭവപ്പെടും. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂട്ടുകൾ ഒരുവിധം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന വിനാഗിരിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ അച്ചാർ ഒരു വലിയ ഗ്ലാസ് ഭരണിയിൽ സൂക്ഷിച്ചു വെക്കാം. അതിൽ നിന്ന് ഒരു ചെറിയ പാത്രത്തിലെടുത്ത് ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടാകാതിരിക്കും.